ഇനി ഇതേ കാറ്റഗറിയിൽ വരുന്ന അടുത്ത പ്രയോഗമാണ് നീഡ്. നീഡ് ഒരു സെമി മോഡലാണ്. നീഡ് നമ്മൾ ഉപയോഗിക്കുന്നത് എപ്പോഴാണ്? ചെയ്യണം അല്ലെങ്കിൽ ആവശ്യത്തെക്കുറിച്ച് പറയുന്നത്, ആവശ്യമില്ല, നെസസിറ്റി. അപ്പോൾ ഇത് നമ്മൾ സാധാരണ മെയിൻ വെർബായിട്ടാണ് പൊതുവെ യൂസ് ചെയ്യാറുള്ളത്. അത് നോക്കാം നമുക്ക്. ഐ നീഡ് ടു വേക്ക് അപ്പ് ഏർലി ടുമോറോ എന്ന് പറഞ്ഞാൽ എനിക്ക് നാളെ നേരത്തെ എഴുന്നേൽക്കണം. ഷീ നീഡ്സ് എന്ന് പറയുമ്പോൾ ഇതിനുള്ളിൽ സത്യത്തിൽ ആരുണ്ട്? ഒരു ഡസ് ഉണ്ട്. മനസ്സിലായോ? ഡസ് പ്ലസ് നീഡാണ്. അപ്പോൾ നീഡ് ഒരു മെയിൻ വെർബാണ്. ഷീ നീഡ്സ് ടു ഇംപ്രൂവ് ഹർ സ്കിൽസ്. അവൾക്ക് തൻ്റെ കഴിവുകൾ എന്ത് ചെയ്യണം? മെച്ചപ്പെടുത്തണം. ഐ നീഡ് ടു ആരുണ്ട്? ഐ ഡു നീഡാണ്. ഡു പ്ലസ് നീഡാണ്. ഇവിടെ നീഡ് മെയിൻ വെർബാണ്. ഇനി മൂന്നാമത്തത്, വി നീഡ് ടു ബൈ സം ഗ്രോസറീസ്. ദാറ്റ് മീൻസ് വി ഡു നീഡ് ടു ബൈ സം ഗ്രോസറീസ് എന്നാണ്. നമുക്ക് കുറച്ച് പലചരക്ക് സാധനങ്ങൾ വാങ്ങണം. മനസ്സിലായല്ലോ? ഇനി ചെയ്യേണ്ട ആവശ്യമില്ല, ചെയ്യേണ്ടതില്ല എന്ന അർത്ഥത്തിൽ നെഗറ്റീവ് ഓഫ് നെസസിറ്റി. ഇത് സാധാരണ നമ്മൾ ഫോർമൽ വേയിലോ റിട്ടൺ ഇംഗ്ലീഷിലൊക്കെയാണ് പൊതുവെ നമ്മൾ ഇത്തരം സെൻറ്റൻസുകൾ ഉപയോഗിക്കാറുള്ളത്. യു നീഡ് നോട്ട് വറി. നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. നീഡിൻ്റെ കൂടെ നോട്ട് ചേർക്കുന്നു. ഓക്കെ, നീഡിൻ്റെ കൂടെ നോട്ട് ചേർത്ത് നെഗറ്റീവ് ആക്കുന്നു. ഷീ നീഡ് നോട്ട് ആൻസർ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണത്? ഷീ ഡസൻറ്റ് നീഡ് എന്ന് വെച്ചിട്ട് നമുക്കിങ്ങനെ പറയാം. ഇതാണ് നമ്മുടെ സ്പോക്കൺ വേ. പക്ഷെ നമ്മൾ ഫോർമൽ ഇംഗ്ലീഷിൽ ഷീ നീഡ് നോട്ട് പറയാം. ഓക്കെ, ഷീ നീഡ് നോട്ട് എന്ന് പറയുന്ന ഒരു രീതി. നീഡ് തന്നെ ഓക്സിലറിയാണ്. മനസ്സിലായല്ലോ? ഓക്കെ. ദേ നീഡ് നോട്ട് പേ ഇൻ അഡ്വാൻസ്. അവർ മുൻകൂർ പണം നൽകേണ്ടതില്ല. ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല എന്നർത്ഥത്തിൽ നീഡിൻ്റെ കൂടെ നോട്ട് ചേർത്ത് നീഡ് നോട്ട് എന്ന രൂപത്തിൽ പറയുന്ന ഒരു രീതിയുണ്ട്. ഇത് ഫോർമൽ റിട്ടൺ ഇംഗ്ലീഷിലാണ് ഇങ്ങനെ പറയുക. അത് സ്പോക്കണിൽ വരുമ്പോൾ സംഗതി മാറും. യു നീഡ് നോട്ടിന് പകരം യു ഡോണ്ട് നീഡ് വരും. ഷീ നീഡ് നോട്ടിന് പകരം ഷീ ഡസൻ നീഡ് വരും. ദേ നീഡ് നോട്ടിന് പകരം ദേ ഡോണ്ട് നീഡ് വരും. മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൽ പറയാം. ചെയ്യേണ്ട ആവശ്യമില്ല, ചെയ്യേണ്ടതില്ല, നെഗറ്റീവ് ഓഫ് നെസസിറ്റി. മോഡേൺ ആൻഡ് സ്പോക്കൺ ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ മോഡേൺ ഇംഗ്ലീഷിൽ സ്പോക്കൺ ഇംഗ്ലീഷിൽ എങ്ങനെയാണ് പറയുക? എന്താ ഞാൻ നേരത്തെ പറഞ്ഞത്? യു ഡോണ്ട് നീഡ് ടു വറി. നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല, വിഷമിക്കേണ്ടതില്ല. ഷീ ഡസൻ നീഡ് ടു ആൻസർ. ഞാൻ പറഞ്ഞില്ലേ, ഡസൻ നീഡ്. നേരത്തെ നമ്മളെന്താ പറഞ്ഞാൽ നീഡ് നോട്ടിന് പകരം ഡസൻ നീഡ്. ഇവിടെ നീഡ് നോട്ടിന് പകരം ഡോണ്ട് നീഡ്. ഓക്കെ, ഷീ ഡസൻ നീഡ് ടു ആൻസർ. അവൾ ഉത്തരം പറയേണ്ടതില്ല. ദേ ഡോണ്ട് നീഡ് ടു പേ ഇൻ അഡ്വാൻസ്. അവർ മുൻകൂർ പണം നൽകേണ്ടതില്ല. ദേ ഡോണ്ട് നീഡ്. നേരത്തെ നമ്മളെന്താ പറഞ്ഞാൽ? ദേ നീഡ് നോട്ട് ടു പേ ഇൻ അഡ്വാൻസ്. കാര്യം നിങ്ങൾക്ക് വ്യക്തമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് നാലാമത്തെ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്, ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ചെയ്യണോ എന്ന് ക്വസ്റ്റ്യൻ ഫോംസ് ഓഫ് നെസസിറ്റി. ഞാൻ നേരത്തെ നെഗറ്റീവ് ഫോംസാണ് പറഞ്ഞെങ്കിൽ ഇത് ക്വസ്റ്റ്യൻ ഫോംസ് ആണ്. ഇതും ഫോർമൽ വേയിലാണ്, റിട്ടൺ ഇംഗ്ലീഷിലാണ് സാധാരണ യൂസ് ചെയ്യുക. നീഡ് ഐ റിമൈൻഡ് യു. ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കണോ? നീഡ് ദേ സ്റ്റേ ഹിയർ. അവരിവിടെ താമസിക്കണോ അല്ലെങ്കിൽ നിൽക്കണോ? നീഡ് വി ഗോ നൗ. ഞങ്ങൾ ഇപ്പോൾ പോകണോ? കണ്ടോ, നീഡ് തന്നെ ഉപയോഗിച്ചിരിക്കുകയാണ്. നീഡ് തന്നെ വെർബും ഓക്സിലറി ആയിട്ട് ഉപയോഗിച്ചിരിക്കുകയാണ്. എന്നാൽ നിങ്ങൾക്കറിയാം, അത് ഇപ്പോഴത്തെ മോഡേൺ ഇംഗ്ലീഷോ സ്പോക്കൺ ഇംഗ്ലീഷിലാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഓക്സിലറിനെ ഇങ്ങ് എടുത്തിട്ടാണ് നമ്മൾ പറയുക, അല്ലേ? നീഡ് ഐക്ക് പകരം നമ്മൾ എന്ത് ചെയ്യും? ഡു എടുക്കും. ഡു ഐ നീഡ് റിമൈൻഡ് യു. ഇവിടെ എന്ത് സംഭവിക്കും? ദേ ആയതുകൊണ്ട് ഡു കഴിഞ്ഞിട്ട് ദേ എഴുതിയിട്ട് ഇതിന് ഇപ്പുറത്ത് വയ്ക്കും. ഡു ദേ നീഡ് സ്റ്റേ ഹിയർ. ഇവിടെയോ ഡു വി നീഡ് ഗോ നൗ. ഡു വി നീഡ് ഗോ നൗ. നമ്മളിപ്പോൾ പോവേണ്ടതുണ്ടോ? അതാണ് മോഡേൺ ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് കണ്ടോ, ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ചെയ്യണോ എന്നുള്ളത് ക്വസ്റ്റ്യൻ ഫോംസ് ഓഫ് നെസസിറ്റി. മോഡേൺ ആൻഡ് സ്പോക്കൺ ഇംഗ്ലീഷിൽ ഡു ഐ നീഡ് ടു റിമൈൻഡ് യു. ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കണോ? ഡു ദേ നീഡ് ടു സ്റ്റേ ഹിയർ. അവർ ഇവിടെ തന്നെ നിൽക്കണോ? ഡു വി നീഡ് ടു ഗോ നൗ. നമ്മളിപ്പോൾ പോകണോ? അപ്പോൾ രണ്ടിൻ്റെ ഒരു കമ്പാരിസനാണ് അവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതാണ് നിങ്ങൾ സംസാരിച്ച് പഠിക്കേണ്ടത്. നിങ്ങളിങ്ങനെ ഈ ഇംഗ്ലീഷ് യൂസ് ചെയ്താൽ മതി. മറ്റത് റിട്ടൺ ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഫോർമലായിട്ടുള്ള ഇംഗ്ലീഷാണ്. എല്ലാം പറയാം, എല്ലാം ഉപയോഗിക്കാം, നോ പ്രോബ്ലം. എല്ലാം ഗ്രാമാറ്റിക്കലി കറക്റ്റാണ്. പക്ഷേ ഇങ്ങനെയുള്ള ചില വ്യത്യാസങ്ങൾ ഇതിലുണ്ടാകും. ഇതാണ് നമുക്ക് നീഡുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു സെമി മോഡൽസ് കൂടെ നമ്മൾ പഠിച്ചിരിക്കുകയാണ്.